പത്രപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ഗ്രന്ഥരചയിതാവ്, ചരിത്രകാരൻ, വിവർത്തകൻ, ജനാധിപത്യവാദി. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാരായൺജിയുടെ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിൽവാസവും അനുഷ്ഠിക്കുകയുണ്ടായി. ജന്മഭൂമിയുടെ തുടക്കം മുതൽ ജന്മഭൂമിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നാരായൺജി ഉണ്ടായിരുന്നു. സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അറിവ് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുള്ളതാണ്. പത്രപ്രവർത്തകന് വേണ്ടിയ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. അതിൻ്റെ ഭാഗമാണല്ലോ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രതിബദ്ധത. അതുകൊണ്ടാണ് രാഷ്ട്രം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. ഇനി ഒരു സിവിലിയൻ പദവി കൂടിയേ ഉള്ളൂ, അത് ഭാരത് രത്നയാണ്. ഏറ്റവും വലിയ ആ ബഹുമതി അദ്ദേഹത്തിന് നൽകുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഈ അർപ്പണബോധമാണ്. എല്ലാ മേഖലയിലുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകളിലുള്ള ഈ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പത്രപ്രവർത്തനം ഇന്ന് തീർച്ചയായിട്ടും ലിബറലൈസേഷൻ മാനസികാവസ്ഥയിലുള്ളതാണ്. സെയിൽസാണ്. പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ വേദിയിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളാണ് കണ്ടന്റ് തീരുമാനിക്കുന്നത് എന്നവർ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പരസ്യം തന്നാൽ നിങ്ങൾക്കെതിരായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. ആ രീതിയിലേക്ക് നമ്മുടെ പത്രപ്രവർത്തനം മാറിയിരിക്കും. ഉദാരവൽക്കരണ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടപൊരുതുന്ന മാധ്യമങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന അവസരത്തിൽ സെബാസ്റ്റ്യൻ പോൾ സാറിനോട് ഞാൻ ചോദിച്ചു ഒരു സംശയം. എനിക്ക് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നൊരു സംശയം. അദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനോട് ചോദിച്ച് അത് മനസ്സിലാക്കാം എന്ന് ഞാൻ കരുതി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എല്ലാവരും സംസാരിക്കുന്നയാളാണ്. എല്ലാവരും അദ്ദേഹത്തെപ്പറ്റി സംസാരിക്കും. ജനാധിപത്യത്തിന് വേണ്ടി അദ്ദേഹം പോരാടി. പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത് ആരാണ്? ആരായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്തുണയില്ലായിരുന്നു എങ്കിൽ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന് ഈ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞത്, സെബാസ്റ്റ്യൻ പോൾ സാറ് പറഞ്ഞത്, നേരത്തെ ഉണ്ടായിരുന്ന പത്രാധിപർ ആ തലത്തിലേക്ക് ഉയരാത്തത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റിയിട്ട് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ വക്കം അബ്ദുൽ ഖാദർ മൗലവി നിയമിക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ പത്രപ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ അക്ഷരം പഠിപ്പിക്കുന്ന അവസരത്തിൽ പറയുന്ന പേരാണ് സ്വദേശാഭിമാനി. ഇന്ന് നേരെ തിരിച്ചല്ലേ. മുമ്പേ പറഞ്ഞ കണ്ടന്റ് ഫീൽഡിലുള്ള പത്രപ്രവർത്തകൻ എല്ലാ കാര്യവും എഴുതി കൊടുത്താലും മാധ്യമങ്ങളിലേക്ക്, ചാനലുകളിലേക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ചാനൽ മുതലാളിമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശമ്പളം തരാൻ പറ്റില്ല, പരസ്യം കിട്ടിയില്ലെങ്കിൽ ശമ്പളം തരാൻ സാധിക്കില്ല എന്ന് പരസ്യമായിട്ട് ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്ന
ആ മുതലാളിമാർ ആ കണ്ടൻറ്റ് വെട്ടിമാറ്റിയിട്ട് സെയിൽസുകാരൻ്റെ കണ്ടൻറ്റ് കൊടുക്കുന്ന കാലഘട്ടത്തിൽ നാരായൺജിയെ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഇന്നും സമൂഹത്തിന് ഇന്നതല്ലേ ആവശ്യം. ഇതുപോലെയുള്ള അർപ്പണബുദ്ധിയുള്ള രാജ്യസ്നേഹമുള്ള രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ പത്രപ്രവർത്തന രീതി അത് നമുക്ക് നിലനിർത്തേണ്ടിയിരിക്കുന്നു. ലിബറലൈസേഷൻ്റെ ഈ സ്വഭാവം താൽക്കാലികമായിരിക്കാം. പക്ഷെ അതിനിടയിൽ മാധ്യമ സ്വാതന്ത്ര്യം വേറൊരു രീതിയിൽ നമുക്ക് തകർത്ത് കളയുവാൻ സാധിക്കുമോ? പത്രപ്രവർത്തനത്തിൻ്റെ ആ ചിന്തകൾ ഏത് രീതിയിലാണ്? അർണവ് ഗോസ്വാമിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിച്ച അവസരത്തിൽ കേരളത്തിൽ അതിനെപ്പറ്റിയുള്ള പ്രതികരണം എന്തായിരുന്നു മാധ്യമപ്രവർത്തകരുടേത്? അതിനെ സ്വാഗതം ചെയ്യുകയില്ലായിരുന്നു. അതിനുശേഷം അത് ഇൻ്റർനാഷണൽ മീഡിയയിലേക്ക് മോഡിയുടെ രാജ്യത്ത് നടക്കുന്ന പത്രപ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ആ അടിച്ചമർത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊടുത്ത അവസരത്തിൽ അതിനെ ആഘോഷിക്കുകയും ചെയ്തു. ആരാണത് ചെയ്തതെന്ന് അന്വേഷിച്ചില്ല. സ്വന്തം ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഈ പത്രപ്രവർത്തനത്തെ, സ്വാതന്ത്ര്യത്തെ വിലയിരുത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഈ കേരളത്തിൽ തന്നെ പല പത്രപ്രവർത്തകർക്കും അവർ ചർച്ചയിൽ പങ്കെടുത്തതുകൊണ്ട്, ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് കേസെടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് അവരുടെ പാസ്പോർട്ട് പുതുക്കാൻ സാധിക്കാത്ത വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ എന്നും ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള താല്പര്യമുണ്ടാകുമെന്നുള്ളത് ശരിയാണ്. ഭരണകൂടം അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കും. അതെല്ലാ കാലഘട്ടത്തിലും ശരിയാണ്. അത് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ്. പക്ഷേ ഈ പത്രപ്രവർത്തകർ തന്നെ, മുതലാളിമാർ തന്നെ ഈ പത്രസ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന അവസരത്തിൽ, അത് വിൽക്കുന്ന അവസരത്തിൽ, സെയിൽ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം, ഇതാണോ പത്രസ്വാതന്ത്ര്യമെന്ന്? പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് ഈ രീതിയിലാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നാരായൺജി നടന്ന ആ പാതയിലൂടെ എനിക്ക് 77 മുതൽ നാരായൺജി അറിയാം. ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നാരായൺജിനെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ നാരായൺജിയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാരായൺജിയെ എനിക്കറിയാം. ഈ ഇത്രമാത്രം ഒരു അർപ്പണബോധത്തോടുകൂടി രാഷ്ട്രസേവനത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അടുത്ത തലമുറയ്ക്ക്, പത്രപ്രവർത്തക തലമുറയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മാതൃകയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പത്രപ്രവർത്തനത്തിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി, ദേശസ്നേഹത്തിന് വേണ്ടി, ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.